കഴിഞ്ഞ ദിവസം ചേച്ചി KSRTC ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ദിലീപിൻ്റെ സിനിമ ഇട്ടപ്പോൾ ചേച്ചി അത് ഇടരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. അത് മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. ചേച്ചി അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വലിയ വിഷയമുണ്ട്. നടിയുടെ അതിക്രമവുമായിട്ട് 8.25 വർഷം മുമ്പ് നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ വിധി വന്നത്. ആ വിധി അതിക്രമം നടത്തിയ ആൾക്കാരെ ശിക്ഷിച്ചെങ്കിലും അതിന് സൂത്രധാരനായിട്ടിരിക്കുന്ന ആളെ വെറുതെ വിട്ടുകൊണ്ട്, 8ാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടൊരു ഉത്തരവ് വന്നു. ആ പ്രതി ആ കോടതി വിധി വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നതായിട്ട് TV-യിലൂടെയും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടി പ്രതികരിക്കുക എന്നുള്ളതും കൂടി ആണ്. മനസ്സുകൊണ്ടും ഒക്കെ ഒരുപാട് പേര് അതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞാനും ഇത്രയും വർഷങ്ങളോളം ഈ സൂത്രധാരൻ്റെ അല്ലെങ്കിൽ ഈ നടൻ്റെ സിനിമകൾ വീട്ടിലും അത് ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഈ 8.25 വർഷം ഞാനും കഴിഞ്ഞു പോയത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ എനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ബസ്സിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. അത് ഞാൻ എൻ്റെ മാത്രം വ്യക്തിപരമായൊരു പൊതുവേദിയിൽ, പൊതു സംവിധാനത്തിൽ ഞാനങ്ങനെ പ്രതികരിച്ചത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യം എന്നുള്ള നിലയ്ക്കും അല്ല. ഞാൻ ആ വനിതകളുടെ, അവിടെ ഇരുന്ന ബസ്സിനുള്ളിലുള്ള മുഴുവൻ വനിതകളുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് അവരെ കൂടെ കൂട്ടിയാണ് ഞാൻ പ്രതികരിച്ചത്. സ്ത്രീകൾ പ്രതികരിക്കണം. ഇത്തരത്തിലൊരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും നേടിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ആരും കൊണ്ട് ഔദാര്യമായി നമുക്ക് തരുന്നതല്ല. ആ ഒരു കൺസെപ്റ്റിനെ സാധൂകരിക്കുന്നതാണ് ഇത്രയും കാലം അവൾ പൊരാടിയ ആ പോരാട്ടം എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്കെന്താ പിന്നെ ചെയ്യാൻ കഴിയുക? എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു സംഗതി ഞാൻ ആ പൊതുഗതാഗതത്തിൽ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാരണം KSRTC സർക്കാരിൻ്റെ സംവിധാനമാണ്. നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSRTC. ആ KSRTCയിൽ ഇത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇത്രയും വിവാദമായിരിക്കുന്ന കോടതി വിധി വന്ന സാഹചര്യത്തിൽ അവളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും അവളോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ ഈ നടൻ്റെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജനപ്രിയതയെ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പൊതുജനം പ്രതികരിക്കുക തന്നെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, എനിക്കതിൽ നിന്ന് വേണമെങ്കിൽ പോയാൽ മതി. പലരും ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് കാണാതെ ഇറങ്ങിപ്പോയാൽ പോരെയെന്ന്. ഞാനത് തന്നെയാണ് ആദ്യം ചെയ്തത്. കണ്ടക്ടറോട് എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ എനിക്ക് ടിക്കറ്റ് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഈ സിനിമ നിർത്തണം എന്ന്. അപ്പം കണ്ടക്ടർ അടുത്ത സ്റ്റോപ്പിൽ, വട്ടപ്പാറ സ്റ്റോപ്പിലേക്ക് ടിക്കറ്റും തന്നു. അപ്പം ഞാനങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇത് വനിതകളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റുള്ള വനിതകളോടും ഇത് ചോദിച്ചത്. മറ്റുള്ള ഭൂരിപക്ഷം പേരും, അത് പുരുഷന്മാരുൾപ്പെടെ ഭൂരിപക്ഷം പേരും ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വനിതകൾ ശക്തമായി അവർ പ്രതികരിച്ചു. അപ്പോൾ അങ്ങനെ എന്നോടൊപ്പം നിന്ന് അവർ പ്രതികരിച്ചപ്പോൾ പിന്നെ ഞാൻ എന്താ നോക്കേണ്ടത്? പൊതുസമൂഹം കൂടെ നിൽക്കുന്നു, ബഹുഭൂരിപക്ഷം കൂടെ നിൽക്കുന്നു, വനിതകൾ കൂടെ നിൽക്കുന്നു. ഇത്തരം ഒരു വിഷയം വരുമ്പം മിണ്ടാതെ പോകുകയല്ല ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആ സിനിമ നിർത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, സർക്കാർ കണ്ണീരൊപ്പിക്കൊണ്ട് അവളോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ സർക്കാർ ഇനി ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പൊതു സംവിധാനങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം.